നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായി രൂപപ്പെടുന്ന ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശം കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലെത്തുന്നതോടെ പ്രതിസന്ധികൾ കൂടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത് വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെടുവാൻ കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം കുത്തക മുതലാളിത്തത്തിന്റെ ലാഭം, നേരത്തെ പറഞ്ഞ മിച്ചമൂല്യ വിഹിതം വലിയ രീതിയിൽ കൂടാൻ പോവുകയും അവർ തന്നെ പറയുന്നത് പോലെ 10-60% ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാനിടയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ലോകത്ത് വളർന്നു വന്നാൽ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന ഉൽപാദനോപാധികളെല്ലാം ഈ കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലെത്തുന്നിടത്തോളം കാലം ഈ പ്രതിസന്ധി കൂടുകയാണ് ചെയ്യുക. വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെട്ടു വരികയാണ് ചെയ്യുക. AI ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? കുത്തക മുതലാളിത്തത്തിന്റെ ലാഭം, മിച്ചമൂല്യവിഹിതം വലിയ രീതിയിൽ കൂടും. അവർ തന്നെ പറയുന്നത് പോലെ 10-60% ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയാകുകയും ചെയ്യും. ഈ സാഹചര്യം ലോകത്ത് വളർന്നു വന്നാൽ ഈ ശാസ്ത്രത്തിന്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഉൽപാദനോപാധികളെല്ലാം കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലായിരിക്കുന്നിടത്തോളം കാലം പ്രതിസന്ധി കൂടുകയാണ് ചെയ്യുക എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നേരത്തെ MV ഗോവിന്ദൻ AI കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ വലിയ ചർച്ചയായിരുന്നു. AI സോഷ്യലിസത്തിലേക്ക് നയിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രസ്താവന. പിന്നീട് അത് വിവാദമായതോടെ AI വരുന്നതോടെ സമൂഹത്തിലെ സമ്പത്തിന്റെ വിതരണത്തിലുള്ള വൈരുദ്ധ്യം വർദ്ധിക്കുമെന്നും ഇത് തൊഴിലില്ലായ്മയുടെ തോത് 60% ഉയർത്തുമെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു. അതിനിടെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ വിജയത്തിന് കാരണക്കാർ കോൺഗ്രസ് ആണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഡൽഹി പോലെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്തിന്റെ ഭരണം 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും BJPക്ക് ലഭിച്ചിരിക്കുകയാണ്. ആരാണ് ആ ഭരണം BJPക്ക് നൽകിയതെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അത് കോൺഗ്രസ് ആണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിനും AAPക്കും യോജിച്ചു നിൽക്കാനാവാത്ത സാഹചര്യം സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണെന്നാണ് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയത്. കോൺഗ്രസ് ഇപ്പോഴും പഴയ വെല്ലേട്ട മനോഭാവം തുടരുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ സീറ്റ് വട്ടപൂജ്യമാണ്. യോജിച്ച് മത്സരിച്ചില്ലെങ്കിൽ അവിടെ BJPക്ക് ആയിരിക്കും മുൻകൈ കിട്ടുകയെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും ഭാഗമറിയുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഒപ്പം ചേർത്ത് പോകണം ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വിശദീകരിക്കാം. നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ BJP മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യം സ്വാഭാവികമായി 2025 ഈ വർഷം RSSന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് വരിക. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യയിൽ 100 വർഷമായിട്ട് RSS പറയുന്ന ഹിന്ദുത്വ അജണ്ട, ഹിന്ദുരാഷ്ട്രം എന്ന അവരുടെ സങ്കല്പം, അത് നടപ്പിലാക്കാനാവുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. അത് ഉന്നം വെച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് 370 സീറ്റ് മുതൽ 430 സീറ്റ് വരെ BJPക്ക് നേടാം. അപ്പോൾ അതിനെന്താ പ്രതിരോധിക്കാനുള്ള വഴി? CPIMന്റെ 23ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ചേർന്ന് അത് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ BJPയുടെ ഈ അപകടകരമായ ഫാസിസ്റ്റിക് രീതിയിലുള്ള കടന്നാക്രമത്തെ നമുക്കെങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക എന്ന കാര്യം ചർച്ച ചെയ്തപ്പോൾ കൃത്യമായി ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അത് CPIMന് ഇന്ത്യയിലാകെയുള്ള സ്വാധീനം അടിസ്ഥാനപ്പെടുത്തിയിട്ട് BJPയെ അധികാരത്തിൽ ഒഴിവാക്കാനൊന്നും സാധിക്കുന്നതല്ല. പക്ഷെ ഒരു നിലപാട് ഞങ്ങൾ വെച്ചു. അതെന്താ? BJPയെ തോൽപ്പിക്കാനാവും. അതുവരെ BJPയെ തോൽപ്പിക്കാനാവില്ല എന്നാണ് അവരുടെ ധാരണ. 1ാമത്തെ ടേം കഴിഞ്ഞു, 2ാമത്തെ ടേം വന്നു. ഇനി BJPക്ക് അതിശക്തിയായി മുന്നോട്ടേക്ക് പോകാനുള്ള സൗകര്യമാണ് രൂപം കൊള്ളുന്നത് എന്നായിരുന്നു പൊതുവെ പ്രധാനം. അപ്പോഴാണ് CPIM പറഞ്ഞത് സാധ്യതയുണ്ട്. എങ്ങനെയാണ് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കൽ? അതിൻ്റെ വഴി എന്താണെന്ന് കണ്ടു. BJPയെ തോൽപ്പിക്കണമെങ്കിൽ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുക്കണം. ആ യൂണിറ്റായി എടുക്കുന്ന സംസ്ഥാനത്തിൽ BJP വിരുദ്ധ വോട്ട് ചോർന്നു പോകാതെ BJPക്കെതിരായി ഏത് മണ്ഡലം ഏത് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ച്
ഒരൈക്യ പ്രസ്ഥാനം രൂപപ്പെടുത്തി BJP വിരുദ്ധ വോട്ടുകൾ ഏകോപിതമാക്കണം. ഇതാണ് CPIM മുന്നോട്ടേക്ക് വെച്ച രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതുകൂടി വെച്ചുകൊണ്ട് സഖാവ് യെച്ചൂരി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം നടത്തിയ വലിയ ഒരു നീക്കത്തിലൂടെയാണ് ഏറ്റവും അവസാനം ഇന്ത്യ വേദി, ഇന്ത്യ ബ്ലോക്ക് യഥാർത്ഥത്തിൽ ഉയർന്നു വന്നു. സഖാവ് സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് പിന്നീട് രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇന്ത്യ ബ്ലോക്കിൻ്റെ ശില്പിയാണ് സഖാവ് സീതാറാം യെച്ചൂരി. അത് വെറുതെ പറഞ്ഞൊരു ഭംഗി വാക്കല്ല. കാരണം ഇങ്ങനെയൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രായോഗിക തലത്തിൽ നിതീഷാണ് ആദ്യം പുറപ്പെട്ടത്. ബീഹാറിൻ്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ CPIMുമായിട്ട് ചർച്ച ചെയ്ത് ഇവരെല്ലാമായിട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ച് ഒരു ഘട്ടം മുമ്പോട്ടേക്ക് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഈ വലിയേട്ടൻ മനോഭാവം അപ്പോഴും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ ചെയർമാനായി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വരണം, ഖാർഗെ വരണം. അപ്പോൾ മനസ്സിലായി നിതീഷിന് ഇത് വേറെ കളിയാണ്. അപ്പോൾ തന്നെ, അല്ലെങ്കിൽ കാര്യമാറ്റത്തിൻ്റെ ആശാനാണ്, അപ്പോൾ തന്നെ കാര്യം മാറി നേരെ BJP ക്യാമ്പിലേക്ക് നിതീഷ് കുമാർ പോയി.